നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ വെളുപ്പിനെ ഒരു യാത്രയ്ക്കായിട്ട് ഇറങ്ങിയതാണ്. തിരുവനന്തപുരം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ വെളുപ്പിന് 4:30 ഇറങ്ങിയതാണ്. അപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്, പെയ്യേ പോകാൻ പറ്റത്തുള്ളൂ. 8 മണിക്ക് അവിടെ എത്തണം. ഇപ്പം 4:56 ആയതുള്ളൂ. 8 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ പെയ്യേ പോക്ക് നടക്കത്തുള്ളൂ. റോഡ് പണിയല്ലേ എല്ലായിടും. കൈനൂട്ടം ഉള്ള ഡ്രൈവിങ് നടക്കത്തില്ല. അപ്പം നമ്മൾ ഒച്ചറയെന്ന് ഇട്ടിരിക്കുക. ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും നമ്മളവിടെ ചെല്ലണമെങ്കിൽ. വെറും സ്ലോവിലെ പോക്ക് നടക്കത്തുള്ളൂ. എല്ലായിടം വെട്ടിപ്പൊളിച്ചിട്ടേക്കുക. എങ്ങും നമുക്ക് നേരെ പോക്ക് നടക്കത്തില്ല. അതുപോലെ സ്പീഡിൽ പോകാനും പറ്റത്തില്ല. ഇവിടെ പെട്ടെന്നായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ കൊടുത്തേക്കുന്നത്. അത് കാരണം വെറും സ്ലോവിലെ പോക്ക് നടക്കത്തുള്ളൂ. നേരം വെളുത്ത് വരുന്നു. പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമറെ കാണണം. അവർക്ക് കുറച്ച് സാധനമുണ്ട്, അത് കൊടുക്കണം. നമ്മൾ നേരിട്ട് തന്നെ അവർക്ക് സാധനം കൊടുക്കാനായിട്ട് പോവുക. പോകുന്ന വഴി ആയതുകൊണ്ട് അവർക്ക് സാധനം നേരിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കുകയും സാധനം അയക്കുകയും ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ട്. പൈസ ഗൂഗിൾ പേ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് സാധനം എത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കുറേ ആൾക്കാർ പറയുന്നു. വേറെ കുറേ ആൾക്കാർ പറയുന്നത് ഈ ആധാർ ഇടുന്നതിൻ്റെ പേരിൽ ആധാർ ഞങ്ങൾ തരത്തില്ല എന്ന് പറയുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. നാട്ടിൽ വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നുണ്ടായിരിക്കും. ആധാറിൻ്റെ കോപ്പി ഇടാൻ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കസ്റ്റമർ നിങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ആധാർ മേടിച്ചിട്ട് നിങ്ങൾക്ക് സാധനം അവിടെ എത്തിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഗൂഗിൾ പേ പൈസ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സാധനം അവിടെ എത്തുന്നുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് ഇപ്പം ഞാൻ പോകുന്നത്. ഇവർക്ക് പാർസൽ അയച്ചതാണ് ഞാൻ. എന്നിട്ട് ആ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറിന് കറക്റ്റ് സമയത്ത് സാധനം അവിടെ എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് സാധനം തിരിച്ച് മേടിച്ച് ഞാൻ പോകുന്ന വഴി തിരുവനന്തപുരം പോകുന്ന വഴി ആയതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് അവർക്ക് സാധനം അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവർക്ക് ബില്ലടിച്ചതിൻ്റെ കോപ്പിയും ഞാൻ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് അവർക്ക്. അപ്പം നിങ്ങളുടെ ആധാർ മേടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ബില്ലടിച്ച് തരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഗൂഗിൾ പേ പൈസ ഇട്ട് കഴിഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധനം എത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഇതിനകത്തൊരു കമൻറ്റ് ഇടണം. കാരണം ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയും സംശയങ്ങളും ഒക്കെ ഉണ്ട്. അവരുദ്ദേശിക്കുന്നത് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. തട്ടിപ്പും വെട്ടിപ്പും നമ്മുടെ നാട്ടിൽ ശരിക്കും നടക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല, അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. നമ്മൾ ഏഞ്ചൽ കമ്പനി എന്തായാലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അവർ ഗൂഗിൾ പേ കുറച്ച് പൈസ ഇട്ടിട്ട് ഭാഗത്തുങ്ങളുടെ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന പണിയൊന്നും നമുക്കില്ല. അതുപോലെ ആധാർ തരുന്നതെന്ന് പറഞ്ഞാൽ ബില്ലടിപ്പിക്കാൻ നമ്മൾ GST ബില്ലല്ല അടിക്കുന്നത്. ആ GST ബില്ലടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് തുകയാകും. അത് കാരണം അല്ലാത്ത ബില്ലടിച്ചാൽ തരുന്നത്. അപ്പം അതൊന്ന് നിങ്ങൾ അനുഭവസ്ഥരുണ്ടല്ലോ, നിങ്ങൾ സാധനം എടുക്കുന്ന നിങ്ങൾ ഗൂഗിൾ പേ പൈസ ഇട്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധനം അവിടെ എത്തുന്നത് ആ ഒരു കമൻറ്റിൻ്റെ അടിയിലൊന്ന് കൊടുക്കണം. ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഒരുപാട്. ഇന്നലെയും തലശ്ശേരിയിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് പറയുന്നു, ഗൂഗിൾ പേ പൈസ ഇട്ടാൽ നിങ്ങൾ സാധനം തരുമെന്ന് എന്താ ഉറപ്പെന്ന്. നമുക്കെന്താ ഉറപ്പ്? നമുക്ക് പറയാനല്ല പറ്റത്തുള്ളൂ ഉറപ്പ് സാധനം നിങ്ങൾക്ക് അവിടെ എത്തുമെന്ന്. എന്തും വേണ്ടി ആൾക്കാർക്ക് നമ്മൾ സാധനം അയച്ചു കൊടുക്കുന്നത്. അവർക്കെല്ലാം കൃത്യമായിട്ട് സാധനം അവിടെ എത്തുന്നുണ്ട്. അതിലൊന്നാണ് തന്നെ ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് അവർക്ക് ബില്ലടിച്ച് അവർക്ക് വർക്കല ആണ് ബില്ലടിച്ചത്. അപ്പോൾ അവർക്ക് വർക്കല പോക്ക് ഒരുപാട് ദൂരമാണെന്ന് പറഞ്ഞതിൻ്റെ പേര് ഞാൻ ആ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് തിരുവനന്തപുരം പോകാനായിട്ട് ഞാൻ വരുന്നുണ്ട്, ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് അവർക്ക് സാധനം കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവരവിടെ വന്ന് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് അവർക്ക് സാധനം കൊടുക്കാനായിട്ടും കൂടെ പോവുക. തിരുവനന്തപുരത്ത് എനിക്ക് 8 മണിക്ക് എത്തേണ്ടതാണ്. മിക്കവാറും നമ്മൾ തിരുവനന്തപുരം പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് നേരിട്ട് തന്നെ സാധനം കൊടുക്കുക. അവർക്ക് പാർസൽ ഓഫീസ് വരെ പോകണ്ട. വീടിൻ്റെ തൊട്ടടുത്തൊന്നും ചിലപ്പോൾ ചിലർക്കൊന്നും പാർസൽ ഓഫീസ് കാണത്തില്ല. കുറേ ദൂരത്തിലൊക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ നേരിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്കെന്താ, നമ്മൾ ആ റൂട്ട് പോകുമ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് നേരിട്ട് സാധനം കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ ഏഞ്ചൽ കമ്പനി എന്ന് പറഞ്ഞ സാധനം പരസ്യം ഇതിനകത്ത് ചാനലിൽ കയറിയിരുന്ന് വെറുതെ പറയാനല്ല. നമ്മൾ കൃത്യമായിട്ട് സാധനം കൊടുക്കാൻ വേണ്ടി തന്നെ, അല്ലാതൊന്നുമല്ല. അവർക്ക് ബില്ലടിച്ച് സാധനം കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. ഗൂഗിൾ പേ പൈസ ഇട്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് സാധനം അവിടെ എത്തിയിരിക്കും. ഈ ആധാറിൻ്റെ കോപ്പി ഇടാൻ പറയുന്നത് ബില്ലടിപ്പിക്കാൻ വേണ്ടിയാണ്. അതില്ലേലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ആധാർ വെച്ച് രണ്ടിടത്തും ബില്ലടിച്ച് നിങ്ങൾക്ക് തരും. അതൊന്നും വിഷയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആധാർ ഇടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമ്മൾ അതിനും പരിഹാരം ഉണ്ടാക്കും. അല്ലാതൊന്നുമല്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അത് അങ്ങനെയുള്ള ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. ഞാനിത് തിരുവനന്തപുരം പോകാനായിട്ട് ഇറങ്ങിയപ്പം
എൻ്റെ ഒരു കസ്റ്റമർക്ക് നേരിട്ട് സാധനം കൊടുക്കാനും കൂടെ ഇറങ്ങിയത്. ഇപ്പോൾ സംശയം നിങ്ങൾക്ക് ഒരു കാരണവശാലും വേണ്ട. ഏഞ്ചൽ കമ്പനി പറയുന്നത് സാധനം നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾ ക്യാഷ് ഓർഡർ ചെയ്യുമ്പോൾ തരണമെന്നും പറയുന്നില്ല. ഞാൻ പറയുന്നുണ്ട്, പാർസൽ ഓഫീസിൽ ചെന്ന് അവരുടെ ബില്ലും കൂടെ മേടിച്ച് അയച്ചു തരും. നിങ്ങൾക്ക് എവിടെയാണോ പാർസലിൻ്റെ ഓഫീസെന്ന് വെച്ചാൽ അവിടുത്തെ ഫോൺ നമ്പരും നമ്മൾ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് സാധനം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് സാധനം കൊടുക്കാൻ തന്നെ അവർ വന്ന് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് സാധനം ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കസ്റ്റമറെ കണ്ടതിൽ നമുക്ക് വലിയ സന്തോഷം. അവർക്ക് സാധനം നേരിട്ട് കൊടുത്തിട്ട് പോകാമല്ലോ. കുറച്ച് സോപ്പാണ് അവർക്ക് കൊണ്ടുവന്നത്. നമ്മൾ സോപ്പും ഒരു വെട്ടി ലോഷനും ഉള്ളൂ, ബാക്കി സോപ്പാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ നമ്മൾ പോകുന്ന വഴിയൊക്കെയാണ് സാധനം നമ്മൾ തരാൻ നമ്മൾക്ക് മടിയൊന്നും ഉള്ള കൂട്ടത്തിലല്ല കേട്ടോ. നിങ്ങൾ ബിസിനസ് ചെയ്യുക, ബിസിനസ് ചെയ്യാൻ ഏഞ്ചലിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. അല്ലാതെ വെട്ടിപ്പും തട്ടിപ്പും ഉള്ള കമ്പനി അല്ല ഇത്. അതൊന്നും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾക്കൊരു കാരണവശാലും അങ്ങനെയുള്ള ഒരു സംശയമോ ഡൗട്ടോ വേണ്ട. നിങ്ങൾ ക്യാഷ് ഗൂഗിൾ പേ ഇട്ടാൽ സാധനം കൃത്യമായി അവിടെ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും ഒക്കെ തരണം. ഓക്കെ, ബൈ.